ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് കുറച്ചുകൂടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് കാണുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ഇവർക്ക് പിതാവിന് ആഴ്ചയുടെ തൊട്ടടുത്ത ദിവസം മുതൽ, അതായത് ആഴ്ചയുടെ രണ്ടാമത്തെ ദിവസം മുതൽ തിങ്കളാഴ്ച മുതൽ ശാരീരികമായ അവശത കാണുന്നുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായ ഉപരിപഠനത്തിന് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഗുണകരമായിട്ട് കാണുന്നു. ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് ആഴ്ചയുടെ അവസാനത്തോടു കൂടി മാറിക്കിട്ടുന്നതാണ്. ചൂട് സംബന്ധമായി ഉഷ്ണസംബന്ധമായ രോഗമോ കഫപ്രകൃതിയുള്ളവർക്ക്, കഫാധിക്യം അതായത് കഫത്തിൻ്റെ ശല്യം കൂടുതലായിട്ടുള്ളവർക്ക് ശ്വാസകോശ സംബന്ധമായോ ശ്വാസതടസ്സത്തിൻ്റെ രൂപത്തിലോ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ഗുരുസ്ഥാനീയർക്കോ കാരണവസ്ഥാനവർക്കോ അല്ലെങ്കിൽ പിതാവുമായി ബന്ധപ്പെട്ടവർക്കോ പിതാവിനോ ഇത് സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് യാത്രയ്ക്ക് തടസ്സമായി മാറുന്നുണ്ട്. എന്നാൽ പ്രവർത്തന രംഗത്ത് വലിയ ദോഷം കാണുന്നില്ല. പ്രത്യേകിച്ചും തൊഴിലിടങ്ങളിൽ അവർക്ക് നല്ല വിജയം കാണുന്നു. പ്രവർത്തനത്തിന് സുഗമമായ ഒരു അവസ്ഥ കൈവരികയും ചെയ്യുന്നു. അതുകൊണ്ട് സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ പ്രവർത്തന സംബന്ധമായി വളരെ ഗുണകരമായിട്ട് കാണുന്നു. അതിൻ്റെ ഫലമായി ആഴ്ചയിൽ ഉടനീളം സാമ്പത്തികമായ ഭദ്രതയും കാണുന്നുണ്ട്. ശാരീരികമായ നേരിയ അവശത ഇവരെയും ബാധിക്കാം മേടക്കൂറിനെ പോലെ. പ്രത്യേകിച്ചും ജലജന്യമായ അസുഖങ്ങളോ അലർജി അസുഖങ്ങളോ വരാനുള്ള സാധ്യതയുണ്ട്. അമിതമായ ചിലവും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാണുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15, 16, 17, 20 നല്ല ദിവസങ്ങളാണ്. 7 ദിവസങ്ങൾ ഉൾപ്പെടുന്ന ഒരാഴ്ചയിൽ ഏകദേശം 5 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ് ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച.